പഴയകാലത്ത് മൈക്ക് ഫോണാണല്ലോ ഇത്. ഇത് നമ്മുടെ പഴയകാലത്തെ പാൽക്കിണ്ടി രാവണന്മാരെ കൂടുതൽ ഉപയോഗിക്കുന്ന കിണ്ടി. ഈ പഴയ കിണ്ടിയൊക്കെ കണ്ടോ പോളിഷിങ്ങിനായിട്ട് കൊണ്ടു കൊടുത്തങ്ങനെയാണ്. ഇവിടെ വരുന്നുണ്ടല്ലേ, കൂടുതലും വരുന്നുണ്ടല്ലേ. അപ്പോൾ എറണാകുളത്ത് വല്ല പോളിഷിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇവിടെ ഏൽപ്പിക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഒരു കറക്റ്റ് ഡേറ്റിൽ പോളിഷിങ് കാര്യങ്ങൾ നടത്തി ഉത്തരവാദിത്തമായിട്ട് എത്തിക്കും. ഹായ് ടിൻസ് അല്ലേ? ടിൻസ് കലാപല്ലേ? അങ്ങനെയും പറയാം. ഇത് നമ്മുടെ ജോമോളൂട്ടിയാണേ, അപ്പൊ ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ ഞങ്ങള് ഒരു ഷോർട്ട് ഫിലിം ചെയ്യാം. അപ്പൊ അതിനാവശ്യമായ കുറച്ച് ഐറ്റംസ് വാടകയ്ക്ക് വേണം. അതിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ സ്റ്റാർ വെല്ലിലേക്ക് വന്നത്? തൊടുപുഴ സ്റ്റാർ വെല്ലിലേക്ക് വന്നതിനെ കുറിച്ച് കാര്യം പറയട്ടെ. ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ കൊട വേണം, പിന്നെ അതുപോലെ തന്നെ നിലവിളക്ക് വേണം, തേപ്പോട്ടി വേണം, കുന്തം വേണം, കുടച്ചക്രം വേണം, എല്ലാം വേണം. അത് അത്ര ഒരു കട. അത് നമ്മുടെ തൊടുപുഴയിലെ സ്റ്റാർവെൽ ഏജൻസീസിലേക്ക്. സ്റ്റാർവെല്ലില് അവിടെ എല്ലാം കിട്ടൂല്ലേ? കാരണം ഞങ്ങൾ ബഡ്ജറ്റ് ഇച്ചിരി കുറവാണ്. അപ്പൊ വാടകയ്ക്ക് എടുത്ത് ചെയ്യാനുള്ള ഒരു പ്ലാനാ. വാടകയ്ക്ക് കിട്ടും, അല്ലാതെ സെയിലിനായിട്ട് ഇവിടെ കിട്ടും. അപ്പൊ നമുക്ക് കടക്കകത്തേക്ക് പോയാലോ? അപ്പൊ ഇത് പ്രൊഡ്യൂസ് ചെയ്യണ നമ്മുടെ ജോമോളാണ് ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്യണേ. എന്നാലും ഷോർട്ട് ഫിലിം അടിപൊളി ആവട്ടെ, നമുക്ക് കടയിലെ കാഴ്ചകൾ കണ്ടാൽ. സ്പോട്ട് വരുന്നത് തൊടുപുഴ മൂവാറ്റുപുഴ റൂട്ടിൽ നമ്മുടെ ഹോസ്പിറ്റലിന്റെ പേരെന്നാച്ചി അർച്ചന ഹോസ്പിറ്റലിന്റെ അടുത്താണ്. എല്ലാവരും വരിക. അപ്പൊ ഞങ്ങൾ ഐറ്റംസ് ഒക്കെ നോക്കട്ടെ. തേപ്പൂട്ടി നടരാജ വിഗ്രഹം അല്ലേ? എന്ത് വെച്ചാൽ അത് ഉണ്ടാക്കിയിരിക്കുന്നത്? ഓടിന്റെ ഐറ്റം ആണോ? ഇതെല്ലാം നമുക്ക് റെന്റിനുള്ളതാണ്. റെന്റിനുണ്ട്. പിന്നെ ഇതുണ്ടോ, ഇത് ഈ പഴയകാലത്ത് നമ്മുടെ ബോട്ടിലൊക്കെ ഉപയോഗിക്കുന്ന സിഗ്നല് അങ്ങനത്തെ സാധനങ്ങളാണിത്. അതല്ലേ, അതെങ്ങനെയാ അതിന്റെ സിസ്റ്റം എന്ന് പറഞ്ഞേ? സിസ്റ്റം ഇത് ഇങ്ങനെ, ഇതിൻ്റെ അകത്ത് പഴയകാലത്ത് മണ്ണെണ്ണ ഒഴിക്കും. മണ്ണെണ്ണ ഒഴിച്ചത് കത്തിക്കുന്ന സാധനം ഇത്. അതല്ലേ ഈ ബോട്ടിലൊക്കെ തൂക്കുന്ന സാധനമാണല്ലേ? ബോട്ടിലൊക്കെ തൂക്കും. കൊള്ളാലോ. ചുണ്ണാമ്പ് പാത്രം ഇത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല, ഇത് വിളക്ക് പോലെ ഉണ്ടല്ലോ. വിളക്ക് പോലെ. ഇത് ചുണ്ണാമ്പ്. ഇതിന്റെ നാക്കുണ്ട് ഇതിന്. ഇതുണ്ടോ, ഇതിങ്ങനെ കോരിയെടുക്കും ഇതിൻ്റെ അകത്ത് നിന്ന്. ഇത് 50 വർഷം മുമ്പ് തൊട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഇതിന്റെ പേരെന്ന് പറഞ്ഞാൽ നൂറ്റുകുടം അല്ലേ? നൂറ്റുകുടം എന്നാണ് പറയുന്നത്. ചുണ്ണാമ്പ് കക്ക ഇട്ടിട്ട് നീറിയെടുക്കുന്ന സാധനത്തിനാണ് നൂറ്റുകുടം എന്ന് പറഞ്ഞത്. തൊടുപുഴയല്ലേ സ്ഥലം? തൊടുപുഴ. ഇതെന്താ ഇത് ഈ കല്യാണത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഐറ്റം അല്ലേ? ഇത് മധുരം വെപ്പിനൊക്കെ ഉപയോഗിക്കുന്ന തൂക്കുകളൊക്കെ. ഇത് തൂക്കുകളൊക്കെയാണല്ലേ? ഇതെല്ലാം റെന്റിനുള്ളതാണല്ലേ? റെന്റിനുള്ള പറയുണ്ട്, കിണ്ടികള്, ഇങ്ങനെയുള്ള സാധനങ്ങള്. പഴയകാലത്തെ കാരണവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഉപയോഗിച്ച് എന്ന് പറഞ്ഞാൽ വീട്ടിൽ പെരക്കകത്ത് കയറാൻ നേരത്തെ ഇത് വെള്ളം എടുത്ത് ഒഴിച്ച് കാലുകളൊക്കെ കഴുകി എന്നിട്ടാണ് കയറുള്ളൂ അല്ലേ? അതെ അതെ, അങ്ങനെയുള്ള ഐറ്റമാണ് ഇത്. ഇതിപ്പോ ആരും ഉപയോഗിക്കുന്നില്ല ഈ ഐറ്റം ഒക്കെ? അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. കുറെ പേരൊക്കെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ പോളിഷ് ചെയ്തൊക്കെ വെച്ച് നമ്മള് പോളിഷ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് എങ്ങനെയുള്ള ആൾക്കാരാണ് ഇത് നമുക്ക് റെന്റിന് എടുക്കുന്നത്? കല്യാണമുണ്ട്, സിനിമാക്കാരുണ്ട്. സിനിമാക്കാരൊക്കെ ഒന്ന് എടുക്കാറുണ്ടല്ലേ? സിനിമാക്കാരുണ്ട്. നിലവിളക്കുകൾ. നമ്മുടെ വീട്ടിലൊക്കെ കഞ്ഞി കുടിച്ചോണ്ടിരുന്ന ചെറിയ പഴയ കിണ്ണം. കിണ്ണമാണല്ലേ? കിണ്ണം കട്ട കളർ എന്ന് പറയുന്നത്. ആ കിണ്ണമാണത്. കൊള്ളാലോ. മൊന്ത ഈ കർമ്മങ്ങളൊക്കെ ചെയ്യാനും അല്ലാത്ത കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് അങ്ങനത്തെ സാധനങ്ങള്. അത്യാവശ്യം വാടകയ്ക്ക് പോകുന്നുണ്ട് ഐറ്റം. വാടകയ്ക്ക് പോകുന്നത് നമ്മുടെ പഴയ കാലത്തെ വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുടങ്ങള്. കുടം, കിണ്ടി. പിന്നെ മറ്റേ മരപ്പറ എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ടല്ലോ. മരപ്പറ എന്ന് പറഞ്ഞ സാധനം അങ്ങനത്തെ മരത്തിന്റെ മരപ്പറ എന്ന് പറഞ്ഞ മരം കൊണ്ടുണ്ടാക്കിയേക്കണ സാധനം ആയത് കാരണമാണ് അതങ്ങനെ പറയുന്നത്. അതെ അതെ. രാജുവിനെ വിളിച്ചേക്കാം. രാജു എടാ രാജു, നീ എവിടെയാ? രാജു, പൃഥ്വിരാജ്. പൃഥ്വിരാജ് എമ്പുരാന്റെ വർക്കിലാണോ? എന്നെ വിളിച്ചതല്ലേ, ലാലേട്ടനെ മാറ്റിയിട്ട് എന്നെ ആക്കാന്ന് പറഞ്ഞല്ലേ? പടം നാളത്തെ കഴിഞ്ഞ്. ചേച്ചി കണ്ടുപിടിച്ചു അല്ലേ? അയ്യോ, ഇത് കണക്ട് ചെയ്താലാണ്. അപ്പൊ ചേച്ചി ഇതെല്ലാം അറിയാതെ. ഞാനേ നായികയുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ കാണിച്ച സംഭവം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പൃഥ്വിരാജിനെ അറിയുന്നെന്ന് പറഞ്ഞു. അറിയോ? ഇത് കുത്തിയാലേ വർക്കാവുള്ളൂ. എന്നാന്ന് പറ. അത് കണ്ടത്ര പേടിക്കണ എന്തിനാ? അത് കുഞ്ഞു പിള്ളേര് കളിക്കാനോ പേടിപ്പിച്ചത്. ഇത് നമുക്ക് ആവശ്യമല്ലോ. TG ഇവിടെ പടമൊന്നുമല്ലോ. അപ്പൊ ഇതുണ്ട് ഇവിടെ കുട്ടികൾക്കൊക്കെ അല്ലേ? ഇത് വാടകയ്ക്കല്ല, ഇത് വിലക്കാന്ന് തോന്നുന്നു. കുളത്തിൽ കൊണ്ടിടാൻ പറ്റുമോ? കുളത്തിൽ കൊണ്ടിട്ടാ വാടകയ്ക്ക് കൊടുക്കും. വാടകയ്ക്ക് കൊടുക്കും, വിലക്കും കൊടുക്കും. എന്റെ പൊന്നെ, നമ്മുടെ പിള്ളേർക്ക് വാങ്ങിക്കൊണ്ട് പോയത്. കാരണം എന്ന് വെച്ചാൽ പിള്ളേരൊക്കെ ഈ മുതല് ആമയൊക്കെ ആയിട്ട് കളിക്കരുത് അല്ലേ? എടാ, ആരാധകരുടെ ശല്യം കാരണമല്ല, എന്റെ മുഖം പോലെയല്ല ഇതിന്റെ മുഖം. കണ്ടോ? എന്റെ മുഖം പോലെ. ഇത് മാറി നമ്മുടെ നായികയുടെ മുഖം പോലെ വന്നോ? കണ്ടോ? നോക്ക് കണ്ടോ? എന്റെ മുഖം ഇത്, നായികയുടെ മുഖം ഇത്. അതെന്താ സംഭവം എന്ന് വെച്ചാ ഇത് ഇങ്ങനെ ആയി കിട്ടും. എങ്ങനെ ആയി കിട്ടും എന്നറിയോ? ഇതിങ്ങനെ ആയി കിട്ടും.
ഇത് ആ പഴയ ഓടിന്റെ പാത്രം ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഇത് നമ്മൾ പോളിഷ് ചെയ്ത് ഇതേ രീതിയിൽ ആക്കിയെടുക്കുന്നു. ആ, എത്ര വർഷങ്ങൾ പഴക്കമുള്ളതാണെങ്കിലും അപ്പൊ ചേച്ചി എനിക്കൊരു ആഗ്രഹമുണ്ട്, മുതലായ എല്ലാം എന്റെ മുഖം ഒന്ന് ഇങ്ങനെ ആക്കി എടുക്കണമെന്നുണ്ടായിരുന്നു. മുഖമൊന്നും ആക്കാൻ പറ്റും. ആ മുഖം പറ്റില്ല, ഇത് മാത്രമേ ഉള്ളൂ അല്ലേ? ആ ശരി, മുഖം പറ്റത്തില്ലാന്ന്. അപ്പൊ ഇതുകൂട്ട് ഐറ്റംസ് ഒക്കെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കാട്ടിലെ മാനിന്റെ തോല് കൊണ്ടുണ്ടാക്കി മാരാര് പണ്ടൊരു ചെണ്ട, കോലോണ്ടു തൊട്ടാൽ ചിരിക്കുന്ന ചെണ്ട, മേളത്തഴമ്പുള്ള ചെണ്ട. ചേച്ചി ഇതുപോലെ അഭിലാഷോട്ട എന്ന് പറഞ്ഞൊരു സംഭവം വന്നാൽ അടിപൊളിയായിരിക്കുമല്ലോ അല്ലേ? ഞാനിപ്പോഴാണ് അത് കണ്ട്. ആ ചേട്ടാ ഇതെന്നാ സംഭവം എന്നാ? അഭിലാഷോട്ട എന്ന് പറഞ്ഞ് ഒന്ന് വയ്ക്കാൻ പറ്റുമോ? പിച്ചള തകിടയിൽ നമ്മുടെ പേര് എഴുതി കൊടുക്കുന്നത്. അത് ശരി. ഇത് ഓർഡർ വരുന്നുണ്ടോ? ഓർഡർ വരുന്നുണ്ട്. ഓർഡർ അനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കും. സത്യം പറഞ്ഞ സംഭവമല്ലോട്ടെ, ഇപ്പൊ ഈ നിലവിളക്ക് മാത്രമുള്ള ഓർത്താ ഞങ്ങൾ കയറി. ഇത് നമ്മുടെ പേരെഴുതാനും വീട്ടുകാരെ ഇപ്പം എന്ന് പറഞ്ഞാൽ അറിയാൻ വേണ്ടിയിട്ട് ആണ് ഇതിപ്പം പറഞ്ഞാൽ പേരെഴുതി നമ്മൾ ഈ സാധനം വെക്കുന്നത്. ഇത് നമ്മുടെ പൗഡർ കോട്ടിങ് ചെയ്ത് സത്യം പറഞ്ഞല്ലോ ഈ പോളിഷ് ചെയ്ത് കൊടുക്കും. സിനിമാക്കാർക്ക് പറ്റിയ എല്ലാ സംഭവം ഉണ്ടല്ലേ? കാരണം എല്ലാവർക്കും പറ്റിയുണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ടല്ലേ? കാരണം എന്ന് വെച്ചാൽ ഒരു സിനിമയിൽ പ്രവർത്തിക്കാൻ ഒരു വീടിനുള്ളത്, അതുപോലെ തന്നെ എന്താ ഷോർട്ട് ഫിലിം, സീരിയലിന് എല്ലാം ഉള്ള ഐറ്റംസും ഉണ്ട് അല്ലേ? അതുപോലെ ഇതും മമ്മൂക്കാടെ പടത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ. അത് ശരി, നല്ലൊരു ആശയമാണ്. ഞാൻ ഇപ്പോഴത് കണ്ടത് എന്തായാലും. അപ്പോൾ ഇത് പറയുന്ന പേര് അല്ലേ, എത്ര ദിവസം വർക്ക് വരും? അത് 2-3 ദിവസത്തിനുള്ളിൽ നമ്മൾ കൊടുക്കും, നമ്മൾ ഓർഡർ അനുസരിച്ചല്ലേ? ഞാൻ എറണാകുളത്ത് നിന്ന് വന്നതാണ്. ഞാനൊരു ഷോർട്ട് ഫിലിമിൻ്റെ കുറച്ച് ഐറ്റംസ് എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം ഇവിടെ തൊടുപുഴയിൽ നല്ലൊരു അടിപൊളി കടയുണ്ടെന്ന് പറഞ്ഞ് വന്ന് ഒത്തിരി ഞാൻ വിചാരിച്ചേക്കാളും ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഇവിടെ നമ്മുടെ സ്റ്റാർ വെല്ലിയിൽ. സ്റ്റാർ വെല്ലിയിൽ അടിപൊളിയാണ്. കാരണം എന്ന് വെച്ചാൽ എവിടെ കാണുന്നേക്കാളും അത് വന്ന് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഇപ്പൊ നമ്മൾ ഷോർട്ട് ഫിലിംസിന്റെ ഐറ്റംസ് ഒക്കെ നോക്കിയപ്പോൾ നമുക്ക് ആവശ്യാനുസരിച്ചുള്ള എല്ലാം കിട്ടി. അതെ അതെ, ഒരു കുടക്കീഴിൽ തന്നെ അതെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. സ്റ്റാർ വെല്ലിൽ വേറൊരു പ്രത്യേകത ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ആഘോഷങ്ങൾക്കും ആവശ്യത്തിന് ഉള്ള എല്ലാ ഐറ്റംസുകളും അടങ്ങുന്നൊരു ഷോപ്പാണ്. 20 വർഷമായിട്ട് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ആ സ്റ്റാഫിൻ്റെ ആണെങ്കിലും ചേട്ടൻ്റെയൊക്കെ ആണെങ്കിലും ആ ഒരു സ്നേഹം, പ്രകടനം, കാര്യങ്ങൾ, ആ ഒരു സപ്പോർട്ടിങ് ഉള്ളതുകൊണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. ഇത് ദൂരെ നിന്ന് വരെ വരുന്നുണ്ട്. ലൊക്കേഷൻ പറഞ്ഞില്ലല്ലോ. നമ്മുടെ തൊടുപുഴ മോട്ടോർ റോഡിൽ അർച്ചന ഹോസ്പിറ്റലിന് സമീപം. തൊടുപുഴ മൂവാറ്റൂർ റൂട്ടിൽ അർച്ചന ഹോസ്പിറ്റൽ അല്ലേ? അർച്ചന ഹോസ്പിറ്റലിന് സമീപമായിട്ടല്ലേ? അപ്പോൾ അർച്ചന ഹോസ്പിറ്റൽ എല്ലാവർക്കും അറിയാം. തൊടുപുഴ മൂവാറ്റൂർ റൂട്ടിലാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത്. പേരൊന്ന് പറഞ്ഞു ചേട്ടാ. സ്റ്റാർ വെല്ലിൽ എല്ലാവരും വരിക. കാരണം ഞങ്ങൾ പറയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾ അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും